ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഏഴാമത്തെ ചാപ്റ്ററിലെ രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുന്നത്. ആപ്ലിക്കേഷൻ്റെ പേരാണ് കാൽഷ്യം. നമുക്ക് ആദ്യം തന്നെ ഷോ ആപ്ലിക്കേഷൻസിൽ കാൽഷ്യം എന്ന് സെർച്ച് ചെയ്യാം. ഇതാണ് കാൽഷ്യം സോഫ്റ്റ്വെയർ. ഇതിനകത്ത് നമ്മളൊരു പീരിയോഡിക് ടേബിളാണ് പരിചയപ്പെടുന്നത്. ഇവിടെ നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ആദ്യം തന്നെ എണ്ണയിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എണ്ണ എന്ന് പറഞ്ഞാൽ സോഡിയം അല്ലേ. ഇവിടെ നമുക്കറിയാം ഇതിനകത്ത് 18 ഗ്രൂപ്പുകളും ഉണ്ട്, അതുപോലെ തന്നെ 8 പീരീഡും ഉണ്ട്. ഈ താഴേക്കുള്ള ഓരോന്നിനെയും പീരീഡ് എന്നും ഇങ്ങനെ ഈ വലത്തോട്ടുള്ള ഓരോന്നിനെയും ഗ്രൂപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ സോഡിയം, അതായത് എണ്ണയിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എണ്ണയിൽ ഡബിൾ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നോക്കിയാൽ ഇവിടെ ഡേറ്റ ഓവർവ്യൂ, ആറ്റം മോഡൽ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, ഇങ്ങനെ ഓരോ പോയിന്റ്സുകളും തന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആദ്യം തന്നെ ഈ എണ്ണയുടെ അറ്റോമിക് നമ്പർ നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എണ്ണയുടെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അല്ലേ. ഇത് നോക്കിയാൽ ഈ 11 ആണ് എന്ത്, എണ്ണയുടെ അറ്റോമിക് നമ്പർ. അപ്പം നിങ്ങളിവിടെ 11 എന്ന് കൊടുക്കുക. അതുപോലെ തന്നെ ഗ്രൂപ്പും പീരീഡും അല്ലേ. ഗ്രൂപ്പ് എത്രാമത്തെ ഗ്രൂപ്പാണ്? ഫസ്റ്റ് ഗ്രൂപ്പ് അല്ലേ, ഒന്നാമത്തെ ഗ്രൂപ്പ് അല്ലേ. അതുപോലെ തന്നെ പീരീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 3. 1 2 3 മൂന്നാമത്തെ പീരീഡ് അല്ലേ. അപ്പോൾ അങ്ങനെ വേണം ഇത് ഫില്ല് ചെയ്യാനായിട്ട്. അടുത്ത നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രോൺ വിന്യാസം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനായിട്ട് നമ്മൾ എണ്ണയിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ ആറ്റം മോഡിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കിയേ, ഇവിടെ ഇതിനെ ഈ ഷെല്ലെന്നും ഇതിനെ ഇലക്ട്രോൺസ് എന്നും അല്ലേ പറയുന്നത്. നമ്മൾ ഇതിനകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ട് അതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ആദ്യം നോക്കി ഏറ്റവും ഉള്ളിലായിട്ട് എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം അല്ലേ. അപ്പോൾ ആദ്യം നമ്മളിവിടെ 2 എന്ന് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ തൊട്ട് പുറത്ത് എത്രയാണ് ഉള്ളത്? 1 2 3 4 5 6 7 8 എണ്ണം ഉണ്ട്. അപ്പം 2 ഇവിടെ കൊടുക്കേണ്ടത് 2, 8, ഏറ്റവും പുറത്ത് 1, അങ്ങനെ വേണം കൊടുക്കാൻ. 2, 8, 1 ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഇലക്ട്രോൺ വിന്യാസം കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മളോട് ബാക്കി പറഞ്ഞിട്ടുണ്ട് ലിഥിയം, പൊട്ടാസ്യം, റുബിഡിയം, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അറ്റോമിക് നമ്പറും ഗ്രൂപ്പും പീരീഡും ഇലക്ട്രോൺ വിന്യാസവും നമ്മൾ അതുപോലെ തന്നെ ചെയ്യണം. അത് നമുക്ക് ലിഥിയത്തിൻ്റെയും കൂടെ നോക്കാം. ലിഥിയത്തിൻ്റെ ഇവിടെ കിടപ്പുണ്ട് അല്ലേ, ലിഥിയം എന്ന് പറയുമ്പോൾ അറ്റോമിക് നമ്പർ എത്രയാണ് വരുന്നത്? 3. അതുപോലെ തന്നെ ഗ്രൂപ്പ് ഏതാണ്? ഫസ്റ്റ് ഗ്രൂപ്പ്. അതുപോലെ തന്നെ പീരീഡ് എന്ന് പറയുന്നത് 3 ആണ്. അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ നോക്കാം. ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇലക്ട്രോൺ വിന്യാസം നോക്കിയാൽ ആദ്യം എത്രയാണ്? 2. അപ്പോൾ 2, 1 ഇങ്ങനെ വേണം ഈ ഒരു ടേബിൾ നമ്മൾ ഫില്ല് ചെയ്യാനായിട്ട്. ഇനി അടുത്ത നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, നമുക്ക് മെയിൻ ആയിട്ടുള്ള ഗ്രൂപ്പുകളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. 1 2 13 14 അങ്ങനെ 18 വരെ ഉള്ള മെയിൻ ഗ്രൂപ്പുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോ ഗ്രൂപ്പുകൾക്കും നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഇപ്പോൾ ഇവിടെ കളർ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. കളർ കൊടുക്കാനായിട്ട് സെറ്റിങ്സിൽ ഇതിനെ ക്ലോസ് ചെയ്യാം. ഇവിടെ സെറ്റിങ്സിൽ ഇവിടെ കോൺഫിഗർ കാൽഷ്യം അതെടുക്കുക. അതിനുശേഷം ഇവിടെ ഈ ഗ്രൂപ്പിലൊന്ന് ക്ലിക്ക് ചെയ്യാൻ നോക്കിയാൽ 8 ഗ്രൂപ്പുണ്ട്. 8 ഗ്രൂപ്പിനും ഓരോ കളർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഗ്രേഡിയൻസിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്കിവിടെ ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അങ്ങനെ വേണം ഇതിൻ്റെ കളർ കൊടുക്കാനായിട്ട്. ഇനി അടുത്ത നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങൾ കണ്ടെത്താനും. പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങൾ അതിനായിട്ട് ഇതുണ്ട് സ്കീമിൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതാണ് സ്കീമിൽ ക്ലിക്ക് ചെയ്തിട്ട് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. അപ്പോൾ നോക്കി ഇവിടെ ഓരോ ഗ്രൂപ്പ്സും ഇവിടെ വന്നിട്ടുണ്ട്. സോളിഡ്, ലിക്വിഡ്, വേപ്പറസ് ഇങ്ങനെ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മളിത് ഈ സോളിഡിൻ്റെ അവിടെ ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ സോളിഡ് ഏതൊക്കെയാണെന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലിക്വിഡ്, ഈ ഒരു ബ്ലൂ കളർ അല്ലേ, നോക്കി ലിക്വിഡ് ഏതാണെന്ന് വന്നിട്ടുണ്ട്. അതിനുശേഷം ഈ വേപ്പറസ് ജസ്റ്റ് ഇങ്ങനെ ഇവിടെ ഈ മൗസ് ഒന്ന് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒന്ന് മാറ്റിയാൽ മതി. ഇപ്പോൾ ഏതൊക്കെയാണ് വേപ്പറസ് അതൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ അത് ഓരോന്ന് നോക്കി ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്യണം. അതായത് സോളിഡ് ആയിട്ടുള്ളത് ഏത്, അതുപോലെ തന്നെ ലിക്വിഡായിട്ട്, ഗ്യാസ് ആയിട്ട്, അങ്ങനെ ഓരോന്നിൻ്റെയും 2 മൂലകങ്ങൾ വെച്ച് വേണം ഇവിടെ ഫില്ല് ചെയ്യാനായിട്ട്. ഇനി അടുത്ത നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഐക്കോണിക് വ്യൂ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോന്നും എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന്. അതിനായിട്ട് സ്കീമിൽ ഐക്കോണിക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്.
നോക്കിയേ ഓരോന്നും എന്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതെന്നുണ്ടല്ലേ. നോക്കിയേ ഓരോന്നിനും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഈ മൗസ് പോയിന്റർ കൊണ്ടുവരുമ്പോൾ അറിയാൻ പറ്റും ഓരോന്നും എന്തിനൊക്കെ വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന്. ഇനി നമുക്ക് അങ്ങനെ കാണാൻ പറ്റിയില്ല. ഇവിടെ സെർച്ച് ഫംഗ്ഷൻ ഉണ്ട്. സെർച്ച് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്കിവിടെ വേണമെങ്കിൽ സെർച്ച് ചെയ്യാം കേട്ടോ. മൂലകങ്ങളെ നമുക്കിവിടെ വേണമെങ്കിൽ സെർച്ച് ചെയ്യാം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സെർച്ച് ഫംഗ്ഷൻ. ഇനി അടുത്തായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ടേബിൾ 7.5 ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 7.5 ഫില്ല് ചെയ്യാനായിട്ട് നമുക്കിപ്പം ഏതാണ് പ്രതീകം ലിഥിയം, അതുപോലെ അറ്റോമിക് നമ്പർ നമ്മൾ കണ്ടുപിടിച്ചു. പീരിയഡിൻ്റെ നമ്പർ എങ്ങനെയാണെന്ന് അറിയാം. അതുപോലെ തന്നെ കണ്ടെത്തിയ വർഷം, ഇതാണ് നമുക്കറിയത്തില്ലാത്ത അല്ലേ. കണ്ടെത്തിയ വർഷം അറിയാനായിട്ട് നമ്മൾ വീണ്ടും ഈ സ്കീമിൽ പോയിട്ട് ഫാമിലി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇപ്പോൾ ലിഥിയമാണെങ്കിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ മിസലേനിയസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നോക്കിയാൽ ഇയർ 1817 ഇങ്ങനെ തന്നിട്ടുണ്ടല്ലേ. അത് വേണം എന്ത് ചെയ്യാനായിട്ട്, ഇവിടെ കണ്ടെത്തിയ വർഷമായിട്ട് എഴുതാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ആ ഫാമിലി നോക്കി അത് ഏതാണെന്ന് എഴുതുക. അതുപോലെ തന്നെ യൂസസ്, ഉപയോഗം, നമ്മൾ ഐക്കോണിക് വ്യൂ വഴി ഉപയോഗം കണ്ടല്ലേ, അങ്ങനെ വേണം ഈ ഒരു ടേബിളിനെ നമ്മൾ ഫില്ല് ചെയ്യാനായിട്ട്. അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ഈ ചാപ്റ്ററിലെ മൂന്നാമത്തെ ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ്റെ പേരാണ് ഫെറ്റ്. വിവിധ മാധ്യമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രകാശത്തിൻ്റെ സഞ്ചാരപാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനം നിരീക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ഫെറ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നമ്മൾ ഉപയോഗിക്കുന്നത്. ആദ്യം തന്നെ ഷോ ആപ്ലിക്കേഷൻസിൽ ഫെറ്റ് എന്ന് സെർച്ച് ചെയ്യുക. അതിൽ നമ്മളോട് ഫിസിക്സ്, ഈ ഇടതുവശത്ത് ഫിസിക്സ്, അതെടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ബെൻഡിങ് ലൈറ്റ് ഉണ്ട്, അത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇത് നമുക്ക് ഫയർഫോക്സിലാണ് ഇത് ഓപ്പൺ ആയിട്ട് വരുന്നത്. അതിൽ നിന്ന് ഇൻട്രോ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഒരു ടോർച്ചിൻ്റെ സിമ്പിൾ കാണാം അല്ലേ. അപ്പോൾ ഇത് ഈ റെഡ് കളർ കാണുന്ന ബട്ടണാണ്. നമ്മൾ ഇതിലിങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇത് ഇവിടെ ലൈറ്റ് അല്ലേ. അപ്പോൾ ലൈറ്റ് നമുക്കിത് ഇങ്ങനെയാണ് പാസ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. ഇതിന് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നും ഇതിന് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്നാണ് പറയുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്ക് മെറ്റീരിയൽ തന്നിട്ടുണ്ട്. ആദ്യം ഇതെന്ന് പറയുന്നത് എയറും ഇവിടെയുള്ളത് വാട്ടറും അല്ലേ. ഇനി നമ്മളോട് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്, നോക്കിയേ ഇത് പതനകോണ്, അടുത്തത് ഇതെന്ന് പറയുന്നത് അപവർത്തന കോണ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ മാധ്യമം വായു, ജലം, അതായത് എയറും വാട്ടറും വരുമ്പം അതിൻ്റെ പതനകോണ്, അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസും അതുപോലെ തന്നെ അപവർത്തന കോണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതിനായിട്ട് നമ്മളിങ്ങനെയല്ല ഓപ്പൺ ചെയ്യേണ്ടത്. ഇവിടെ ഈ മോസിലയുടെ ആ ഒരു സിമ്പലിൽ വേണം നമ്മൾ ക്ലിക്ക് ചെയ്യാൻ. ഇവിടെ നമുക്കൊരു പ്രൊട്രാക്ടർ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിന് നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്ത് ഈ കറക്റ്റ് ഈ പോയിന്റിൽ കൊണ്ടുപോയി വയ്ക്കുക. ഓക്കെ, പോയിന്റിൽ കൊണ്ടുവച്ചു. അപ്പോൾ നോക്കിയേ ആ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ആദ്യം എയറും വാട്ടറും അല്ലേ. ഇവിടെ എയറും വാട്ടറും വന്നിട്ടുണ്ട്. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 45ഉം ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 30 എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് 45, 30, 40, 45 അല്ലേ, 45. അതുപോലെ തന്നെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് 30. അതുപോലെ അടുത്തത് നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഏതാണ്, അടുത്ത രണ്ടും എയർ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളിത് ഈ ആരോയിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടുന്ന് എയർ സെലക്ട് ചെയ്യുക. നോക്കിയേ രണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 45 ആണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് 45 ആണ്. അടുത്ത ഏതാണ്, അതുപോലെ നമുക്ക് ഇഷ്ടമുള്ളത് കണ്ടുപിടിക്കാം. അടുത്തത് ഇവിടെ എയർ, ഇവിടെ നമുക്ക് ഗ്ലാസ് കൊടുത്തു നോക്കാം. നോക്കിയേ അവിടെ വരുമ്പോഴും നോക്കിയേ ആദ്യത്തെ ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് 45ഉം ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് 30. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഈ രണ്ടിടത്തു നിന്നും സെലക്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അങ്ങനെ ഈ മൂന്ന് ആപ്ലിക്കേഷൻസാണ് നമ്മൾ ഈ 7ാമത്തെ ചാപ്റ്ററിലൂടെ പരിചയപ്പെട്ടത്. എല്ലാ ആപ്ലിക്കേഷൻസും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.